1940 കാലഘട്ടം. ആ സമയത്ത് പാലുൽപാദനം നടത്തിക്കൊണ്ടിരുന്നവരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷിൻ്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയവും. ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഗുജറാത്തിലെ ആനന്ദ് എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ നടത്തിയ പോരാട്ടത്തിൻ്റെ കഥ. ആ പോരാട്ടം എത്തി നിന്നത് ഇന്ത്യയിലെ തന്നെ പ്രമുഖ ബ്രാൻഡിൻ്റെ വിജയഗാഥയിലേക്കാണ്. പാൽ ഉൽപ്പാദിപ്പിക്കുന്നവരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഗുജറാത്തിലെ കർഷകർ അവരുടെ വിശപ്പടക്കാൻ വേണ്ടി പശുക്കളെ പരിപാലിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന പാൽ വ്യാപാരത്തിലൂടെയായിരുന്നു അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 1940 കാലഘട്ടം ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടമായതുകൊണ്ട് തന്നെ പാൽ വ്യാപാരം അത്ര എളുപ്പമല്ലായിരുന്നു. പകലന്തിയോളം കഷ്ടപ്പെട്ട് പാല് മാർക്കറ്റിലെത്തിക്കുമ്പോൾ കർഷകരിൽ നിന്നും വളരെ തുച്ഛമായ വിലയ്ക്കാണ് ഇടനിലക്കാർ പാൽ വാങ്ങിക്കൊണ്ടിരുന്നത്. അതിനെ 10 ഇരട്ടിയും 20 ഇരട്ടിയും രൂപയ്ക്കാണ് മാർക്കറ്റിൽ അവർ വിറ്റുകൊണ്ടിരുന്നത്. ഇടനിലക്കാർ വലുതാവുന്നതല്ലാതെ പാവപ്പെട്ട കർഷകർക്ക് അതിൽ നിന്നും 1 രൂപ പോലും മിച്ചം കിട്ടുന്നുണ്ടായിരുന്നില്ല. വലിയ വലിയ പാൽ മാഫിയകൾ പോലും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഇതിന് തിരച്ചിലിടാൻ വേണ്ടിയിട്ട് ഗുജറാത്തിലെ കർഷകർ തീരുമാനിക്കുകയും ചെയ്യുന്നു. ത്രിഭുവൻദാസ് പട്ടേൽ എന്ന കർഷക നേതാവിൻ്റെ നേതൃത്വത്തിൽ അവർ ഒരു തീരുമാനത്തിൽ എത്തിപ്പെടുന്നു. ഇനി തങ്ങളാണ് ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അതിനായി അവർ ആദ്യം ചെയ്തത് ഒരു സഹകരണ സമിതി രൂപപ്പെടുത്തുക എന്നതാണ്. കർഷകർ തന്നെ പാൽ ശേഖരിച്ച് പ്രോസസ്സ് ചെയ്ത് അത് നേരിട്ട് ഉപഭോക്താക്കളുടെ കയ്യിലേക്ക് എത്തിക്കുന്നു. എന്നാൽ കൃത്യമായ അറിവ് ഇല്ലാതിരുന്നതിനാൽ ആദ്യമൊക്കെ പലതരത്തിലുള്ള വീഴ്ചകളും അവർക്ക് സംഭവിക്കുന്നുണ്ട്. അതിനെയൊക്കെ പരിഹരിക്കാൻ അവർക്ക് ടെക്നോളജിയിലും മാനേജ്മെൻറ്റിലും അറിവുള്ള ഒരു വ്യക്തിയുടെ സഹായം വേണമായിരുന്നു. അങ്ങനെയാണ് തൻ്റെ വിദ്യാഭ്യാസ ജീവിതമൊക്കെ കഴിഞ്ഞ് ഡോക്ടർ വർഗീസ് കുര്യൻ ആ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത്. അത് വെറുമൊരു എത്തിച്ചേരലായിരുന്നില്ല, മറിച്ച് ഇന്ത്യയെ മാറ്റാനുള്ള ഒരു വിപ്ലവത്തിൻ്റെ തുടക്കം കുറിക്കുകയായിരുന്നു. ആ ഗ്രാമത്തിലെ പാവപ്പെട്ട കർഷകർ അനുഭവിക്കുന്ന കഷ്ടതകൾ കണ്ടിട്ടാവണം അദ്ദേഹം ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിപ്പെടുന്നതും. തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് അദ്ദേഹം ആ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നു. അതിൻ്റെ പേരാണ് അമൂൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. അമൂൽ അന്ന് അവതരിപ്പിച്ചത് കർഷകരാണ് പാലിൻ്റെ ഉടമ. അമൂൽ ശേഖരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും ലാഭം വീണ്ടും കർഷകരിലേക്ക് എത്തിപ്പെടുന്ന ഒരു മാർഗം. ഇടനിലക്കാരില്ലാതെ, ചൂഷണമില്ലാതെ, സമ്പൂർണ്ണ ജനാധിപത്യ ബിസിനസ് മോഡൽ. അങ്ങനെയാണ് അമൂൽ ഒരു വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിക്കുന്നതും. ഇതിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിക്കുന്നു. ഇന്ത്യയെ പാൽക്കൊള്ള തടഞ്ഞുകൊണ്ട് ഇന്ത്യയെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദന രാജ്യമാക്കി മാറ്റുകയാണ് അമൂൽ എന്ന് ചെയ്തത്. ഇതിനെ വൈറ്റ് റവല്യൂഷൻ അഥവാ വെള്ള വിപ്ലവം എന്ന് അറിയപ്പെടുന്നുണ്ട്. അമൂൽ എന്ന ബ്രാൻഡ് എല്ലാ വ്യക്തികളുടെയും മനസ്സിൽ ഇടം പിടിച്ചത് 1966 ഒരു കൊച്ചു കാർട്ടൂൺ പെൺകുട്ടിയെ അമൂൽ അവതരിപ്പിച്ചിരുന്നു. അമൂൽ ഗേൾ, ചുവന്ന പൊട്ടിൻ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി, എല്ലാവരെയും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമൊക്കെ നടന്ന ഒരു പെൺകുട്ടി. അന്ന് സോഷ്യൽ മീഡിയ കാലങ്ങൾ അത്ര പ്രമുഖമായി വരുന്ന കാലഘട്ടമല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വലിയ ബ്രാൻഡിംഗ് ഒന്നും ഇല്ലാതെ ചെറിയ തുകയിൽ ബ്രാൻഡിങ് ചെയ്ത് അമൂൽ ഗേൾ എന്ന സങ്കല്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അമൂൽ എന്ന ബ്രാൻഡിന് അടിച്ചേൽപ്പിക്കാൻ സാധിച്ചിരുന്നു. ഇന്ന് അമൂൽ ഒരു $9 ബില്യൺ ബ്രാൻഡാണ്. എന്നാൽ അതിൻ്റെ അതുല്യമായ ഉൽപ്പന്നത്തിലല്ല, അതിൻ്റെ ഉടമകളാണ് ഇവിടെ വേറിട്ട് നിൽക്കുന്നത്. 36 ലക്ഷം കർഷകരാണ് അമൂലിൻ്റെ യഥാർത്ഥ ഉടമകൾ. നമ്മൾ സാധാരണ ഒരു അമൂൽ ബട്ടർ വാങ്ങുമ്പോൾ ആ പണം ഒരു കർഷകൻ്റെ കയ്യിലാണ് എത്തിപ്പെടുന്നത്. ഇതൊരു ബ്രാൻഡല്ല, മറിച്ച് ഒരു വിശ്വാസമാണ്. ലാഭത്തിനായി മാത്രം പ്രവർത്തിച്ചിരുന്ന കുത്തകകൾ നിറഞ്ഞ ലോകത്ത് അമൂൽ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട്. വിചാരിച്ചാൽ നമുക്കും വിജയിക്കാം. ഇതൊരു ബ്രാൻഡിൻ്റെ കഥയല്ല, മറിച്ച് അമൂലിൻ്റെ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു വിപ്ലവത്തിൻ്റെ കഥയാണ്.